ആ ഗ്രാമത്തിനോടും അവിടുത്തെ നാട്ടുകാരോടും. എന്റെ ഉറക്കം കളഞ്ഞ അവരുടെ ഉറക്കം കളയാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഊഞ്ഞാലയുടെ ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞു. അവർക്കാർക്കും അറിയില്ല ഈ കട്ലഗോപാലൻ അമ്പാടി കൃഷ്ണൻ നായരുടെ മകനാണ്. മനസ്സിലിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ കളിച്ചു കൊടുക്കുന്ന എന്റെ തറവാട് എനിക്ക് തിരിച്ചു പിടിക്കണം. അതിനെനിക്കും വലിയൊരു തുക വേണം. പക്ഷേ ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം തന്റെ ആദ്യ പാവമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വഴിക്ക്. പക്ഷേ ഇത്രയും വലിയ തുക അതിന് ഒരു പേടിയും കിട്ടുന്നില്ല. ശാസ്ത്രം വല്ലാണ്ട് വളർന്നു. നമ്മുടെ നാട്ടുപുറത്തെ കള്ളന്മാര് അത്രയും വളർന്നിട്ടില്ല. അതിനൊത്ത് വളരണം. അതിന് കുറച്ച് കാശ് അത്യാവശ്യമുണ്ട്. പിന്നെ താമസിക്കാൻ ഒരു സ്ഥലം. അതിന് പറ്റ സ്ഥലം കയ്യിലുണ്ട്. എങ്കിൽ ഇനിയുള്ള സൂര്യോദയം നമ്മുടേതാവട്ടെ. മോനെ, 41 ദിവസത്തെ വ്രതം എടുത്ത് എടപ്പങ്കോട് ക്ഷേത്രത്തിലെ താഴികക്കുടം പണിയാൻ പോവുകയാണെന്നുള്ള കാര്യം മറക്കണം. എന്റെ മോൻ ഒരു എടാകൂടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. കഴിഞ്ഞതെല്ലാം ഒരു സമയദോഷാണെന്ന് കരുതി എല്ലാം മറന്നുകൂടി കൂടിയിരിക്കും. ഞാൻ ശങ്കരനാചാര്യോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ. കാപ്പൻറ മണിക്ക് ഒരു ദിവസം 450 രൂപ നല്ല തുകയാ. ആണോ? ദൂരയാത്രയ്ക്ക് പോയാണല്ലേ? ചേട്ടന്റെ പേരെന്താ? ഹരിചന്ദ്രൻ. എന്താ നക്ഷത്രം? ഏതായാലും മൂലം നക്ഷത്രക്കാർക്ക് സമയം വെച്ച് ശുക്രന് അടിച്ചാലല്ല. ആരടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. അമ്മാതിരി അടിക്കാൻ കൊണ്ടുകഴിഞ്ഞൊരു തെറ്റി കാരണം ശുക്രൻ വരൂന്ന് പറഞ്ഞാൽ നല്ല കാലം കേട്ടോ. കറക്റ്റ് സമയത്ത് ശുക്രൻ വന്നു. എന്തെങ്കിലും ദക്ഷിണ എന്തിന് ഓടാപ്പാ? മോനെ, ഞാൻ അച്ഛനല്ല ജോസിന് അനുഗ്രഹിക്കാം. നിന്നപ്പോഴേക്കും കിട്ടായോ? ദൈവമേ, ശുക്രൻ മൂലത്തിലാണല്ലോ അടിച്ചത്. ഇപ്പൊ കവളത്തും അടിച്ചു. വണ്ടി അധികം ഇളക്കല്ലേ, ഒരു ചാറ്റ കൊടുത്തോട്ടെ. ചാറ്റ ഇവിടെ കള്ളം നീക്കുന്നു. എന്തു എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് വേഗം എന്താ രണ്ടിന് പോകും? അപ്പുറത്തിരിക്കുന്നവരെ എന്നെ കണ്ട കുഴപ്പ. ഹലോ, ആളിറങ്ങാനുണ്ട്. ഹലോ, ഇവനെ കണ്ട് പേടിച്ചിട്ടാണ് നീ ഇറങ്ങാൻ പോണത്. ഇവനായി വേണ്ട. ഇവന്റെയൊക്കെ പുറകെ ഓടിക്കേൽക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം. അതായത് അവനെ സോറി മാറിപ്പോയി. ഇതാണോ നെക്ലസ് മൊബൈൽ വാശിയത്? നിങ്ങളൊക്കെ മനുഷ്യരേ? അയ്യോ ഈശ്വര, ബാഗ് മാറി. ആ ബാഗോടെ പോയി. ആരായിരുന്നു നമ്മൾ പോകരുത്? നഗരത്തെ ഞെട്ടിക്കുന്ന തളർച്ച. അന്തർ സംസ്ഥാന മോഷ്ടാവ് ഹരിചന്ദ്രൻ തൊണ്ടി സാധനങ്ങളുടെ പിടിയിൽ. നാട്ടിൽ നടന്ന ഒരുപാട് തളർച്ചകൾ പിടിച്ചുകൊണ്ട് പെൺവാടിക്ക് പിന്നിൽ ഇയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. എസ് ഐ പുഷ്കറിന്റെ കണ്ടെത്തൽ പോലീസിന് പുതിയ ഊർജ്ജം നൽകുന്നു. ഇയാളെ കൂടുതൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ അറിയാൻ പോലീസ് റിമാൻഡിൽ വെക്കുന്നു. എത്ര ദിവസം പറയുന്നു? ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത്. ഇനി എന്തെയും ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഒരുപാട് കാശിനൊക്കെ തട്ടിക്കൊണ്ടുപോകില്ല. അത് കൊള്ളാം. എന്നെ ചെറുപ്പത്തിലെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ. എന്നിട്ട് 2 ദിവസം കൊണ്ട് ആരും അന്വേഷിക്കാനായപ്പോ തിരിച്ച് വീട്ടിൽ കൊണ്ടുണ്ടാക്കി. എന്നിട്ടൊരു ഉപദേശം തന്നു. എന്ത്?
ഏറ്റവും ഒടുക്കത്തെ തീറ്റ നിർത്തണം. അവരെ കൊണ്ട് താങ്ങുന്നില്ല. അല്ല, നമ്മൾ ആരെ തട്ടിക്കൊണ്ട് വരാനാ? കണ്ടുപിടിക്കണം ഏതെങ്കിലും വലിയ വീട്ടിലെ പെൺകുട്ടികളെ. കല്യാണപ്രായമായ പെൺകുട്ടികളായാൽ ആ വീട്ടുകാർ പോലീസിന് പരാതി കൊടുക്കില്ല. അതവരുടെ ഭാവിയെ ബാധിക്കും. ആ, അത് ശരിയാ. പിന്നെ പറയുന്ന കാശ് തരും. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെന്നുള്ള വിഷമം നമുക്ക് വേണ്ട. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മോളെ തിരിച്ചേൽപ്പിക്കുന്നതിന്റെ പ്രതിഫലം നമ്മൾ വാങ്ങുന്നുള്ളൂ. ഒരു 5-6 ലക്ഷം രൂപ. അതെ, ഈ നിമിഷം മുതൽ നമ്മൾ ഇറങ്ങുന്നു. ഈശ്വര, ഒരു കാശുകാരി പെണ്ണിനെ തന്നെ കാണിച്ചേർന്നേ.